Array slicing. Slicing empty array means accessing a portion of the array with a starting index, ending index and step size. ഒരു സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും സ്റ്റെപ്പ് സൈസും കൊടുത്ത് നമ്മൾ ഒരു അറയിലെ പോർഷനെ മാത്രം ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലൈസിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ അറേ, ആ അറയുടെ ഏതാനും ഭാഗം നമ്മൾ ആക്സസ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇടയ്ക്കുന്നൊരു ഭാഗം നമ്മൾ ആക്സസ് ചെയ്തെടുക്കുമ്പം എവിടെ മുതൽ തുടങ്ങണമെന്നും എവിടെ അവസാനിക്കണമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം അതാണ് സ്ലൈസിങ്. അപ്പോൾ ദ ജനറൽ സിൻടാക്സ് ഓഫ് അറേ സ്ലൈസിങ് ഈസ് അറേ ഓഫ് സ്റ്റാർട്ട്, സ്റ്റോപ്പ് ആൻഡ് സ്റ്റെപ്പ്. ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ദ ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് എലിമെൻറ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ സ്ലൈസ്. നമ്മൾ സ്ലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ സ്ലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 13ാമത്തെ എലിമെൻറ്റ്. ഒരു അറേയിൽ ഇപ്പോൾ 20 എലിമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 13ാമത്തെ എലിമെൻറ്റ് മുതൽ 17ാമത്തെ എലിമെൻറ്റ് വരെയാണ് എനിക്ക് സ്ലൈസ് ചെയ്ത് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത് 12 കൊടുക്കണം. കാരണം ബൈ ഡിഫോൾട്ടായിട്ട് എല്ലാ അറേസും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ്. അതുകൊണ്ട് നമുക്ക് 13ാമത്തെ എലിമെൻറ്റ് മുതൽ ഒരു അറയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് 12 ആയിരിക്കണം. ഇനി നമ്മളിപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇൻഡെക്സ് കൊടുത്തില്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ അത് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഇൻഡെക്സ് 0 മുതൽ ഏറ്റവും ആദ്യത്തെ എലിമെൻറ്റ് മുതൽ സ്ലൈസ് ചെയ്യണം എന്നുള്ളതായിരിക്കും എടുക്കുക. അപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ സ്ലൈസ് ചെയ്യേണ്ടത് 13ാമത്തെ എലിമെൻറ്റ് മുതൽ 17ാമത്തെ എലിമെൻറ്റ് ആണെങ്കിൽ ഈ 17ാമത്തെ എലിമെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റോർഡ് ആവുന്നത് 16ാമത്തെ ഇൻഡെക്സിലായിരിക്കും. കാരണം 0 മുതലല്ലേ തുടങ്ങുന്നത്. അപ്പോൾ 17ാമത്തെ എലിമെൻറ്റ് 16ാമത്തെ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ കൊടുക്കേണ്ടത് 17 കൊടുക്കണം. കാരണം എനിക്ക് 17ാമത്തെ എലിമെൻറ്റും വേണമെങ്കിൽ ഞാനിവിടെ 17 കൊടുക്കണം. അപ്പം ഞാനിപ്പം സ്റ്റോപ്പ് എന്ന് പറയുന്നത് 17 കൊടുത്താൽ ദാറ്റ് മീൻസ് 13ാമത്തെ എലിമെൻറ്റ് മുതൽ 17ാമത്തെ എലിമെൻറ്റ് വരെ എക്സ്ട്രാക്റ്റഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള എലിമെൻറ്റ് കഴിഞ്ഞുള്ള എലിമെൻറ്റിൻ്റെ ഇൻഡെക്സ് ആണ് നമ്മൾ സ്റ്റോപ്പായിട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ സ്റ്റോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ അത് എടുക്കുന്നത് ടിൽ ദ എൻഡ് ഓഫ് ദ അറേ വരെ പോകണം എന്നാണ് അത് ഇൻ്റർപ്രിറ്റർ മനസ്സിലാക്കുക. ദെൻ സ്റ്റെപ്പ്. ബൈ ഡിഫോൾട്ടായിട്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് എലിമെൻറ്റ്സ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യമെങ്കിൽ 2ഓ 3ഓ 4ഓ ഒക്കെ നമുക്ക് കൊടുക്കാം. ഇനി ഞാനൊരു നെഗറ്റീവ് നമ്പർ -1 ആണ് ഞാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ -2 അല്ലെങ്കിൽ -3 എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അറേയുടെ അവസാനം മുതലാണ് ഡിസ്പ്ലേ ആവുന്നത്. -1 കൊടുത്താൽ ഏറ്റവും അവസാനത്തെ എലിമെൻ്റ് ആണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പം ഇമ്പോർട്ട് numpy as np, കാരണം നമുക്ക് numpyയിലെ കുറേ ഫങ്ഷൻസ് ഇതിനകത്ത് യൂസ് ചെയ്യണം. അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ numpy എന്നാണ് എടുക്കുന്നത്. അപ്പോൾ arr എന്ന് പറയുന്ന അറേ വേരിയബിളിലേക്ക് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അറയ്ക്കകത്തെ വേരിയബിൾസ് 10, 20, 30, 40. അപ്പോൾ np.array of 10, 20, 30, 40 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ arr എന്ന് പറയുന്ന ഒരു അറേ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു അറേ ക്രിയേറ്റഡ് ആവും. അപ്പം അതിൻ്റെ arr of 0th ഇൻഡെക്സിൽ 10ഉം ഫസ്റ്റ് ഇൻഡെക്സിൽ 20ഉം സെക്കൻഡ് ഇൻഡെക്സിൽ 30ഉം തേർഡ് ഇൻഡെക്സിൽ 40ഉം ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ തേർഡ് ഇൻഡെക്സ് വരെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ തേർഡ് ഇൻഡെക്സ് വരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ arr of 1 എന്ന് പറയുന്നത് 20 ആണ്. തേർഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന arr of 3 എന്ന് പറയുന്നത് 40 ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഡെക്സിന് മുമ്പുള്ള നമ്പർ വരെ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അപ്പം arr of ഫസ്റ്റ് ഇൻഡെക്സ് ടു തേർഡ് ഇൻഡെക്സ് എന്ന് നമ്മൾ കൊടുത്താൽ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇൻഡെക്സ് എന്നുള്ളത്, സ്റ്റോപ്പ് തേർഡ് ഇൻഡെക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20, 30 പ്രിൻ്റ് ആവും. ഇനി എനിക്ക് ബിഗിനിങ് ഓഫ് ദ അറേ മുതൽ തേർഡ് ഇൻഡെക്സ് വരെ, അതായത് ഇവിടെ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, സ്റ്റോപ്പ് ചെയ്യേണ്ടത് തേർഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റെപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള 1 തന്നെ എടുക്കും. അപ്പോൾ ബിഗിനിങ് ഇൻഡെക്സ്
ഏതാണ് ARR ഓഫ് 0. ARR ഓഫ് 0യിൽ 10 ആണ്, അപ്പോൾ 10 വന്നു. അത് കഴിഞ്ഞിട്ട് ARR ഓഫ് 1 വന്നു, ARR ഓഫ് 2 വന്നു, ARR ഓഫ് 3 വരില്ല. കാരണം അതിന് മുമ്പുള്ള എലിമെൻറ്റ് വരെ മാത്രമേ, ARR ഓഫ് 3ക്ക് മുമ്പുള്ള എലിമെൻറ്റ്സ് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് കേസ്, സ്റ്റാർട്ട് ഇൻഡെക്സ് കൊടുത്തിട്ടില്ല, സ്റ്റാർട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, സ്റ്റോപ്പ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടില്ല, സ്റ്റെപ്പ് മാത്രം കൊടുത്തു. അപ്പോൾ സ്റ്റാർട്ട് ബൈ ഡിഫോൾട്ടായിട്ട് 0th ഇൻഡെക്സ് ആണ്, അപ്പോൾ ARR ഓഫ് 0 ഡിസ്പ്ലേ ആകും. ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻഡ് ഓഫ് ദ അറേ വരെ ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ എടുക്കാമെന്നാണ്. അപ്പോൾ സ്റ്റെപ്പ് 2 ആണ്, 1 അല്ല. അപ്പോൾ 10 കഴിഞ്ഞിട്ട് 20 നമുക്കിവിടെ ഡിസ്പ്ലേ വരത്തില്ല, കാരണം സ്റ്റെപ്പ് 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 എലിമെൻറ്റ് കഴിഞ്ഞ്, അപ്പോൾ 10 കഴിഞ്ഞ് 20 കഴിഞ്ഞ് 30 ആണ് പിന്നെ പ്രിൻ്റ് ആവുന്നത്. ഇനി ഈ 30 കഴിഞ്ഞിട്ട് പിന്നെ 40 ആണ്, 40 കഴിഞ്ഞിട്ട് എലിമെൻറ്റ്സ് ഇല്ല, അപ്പോൾ 10ഉം 30ഉം പ്രിൻ്റ് ആയി. താങ്ക് യു.